ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ചെങ്കടലാക്കി പോകുന്ന വഴികളിലെല്ലാം ചെങ്കടലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു റോഡ് ഷോ പുരോഗമിക്കുന്നത്. വഴിയരികിൽ കൂടി നിൽക്കുന്ന ആബാലവൃത്തം ജനങ്ങൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് 2 ദിവസങ്ങൾ മാത്രമാണുള്ളൂ. ഇന്ന് കൊട്ടിക്കലാശം. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ ഒരു റിസൾട്ടിനെ? തുടക്കം മുതൽ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഈ നിമിഷം വരെ വലിയ ട്രെൻഡ് LDFന് അനുകൂലമാണ്. ജനങ്ങളാകെ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാരിന് അനുകൂലമായിട്ട് LDFന് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഈ പരിപാടികളിലൊക്കെ ജനപങ്കാളിത്തത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പൊതുവെ LDF ട്രെൻഡാണ്. കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നമുക്ക് തന്നതാണ്. കാരണം എപ്പോഴും ഇടതുപക്ഷത്തിനോട് നിൽക്കുന്ന മണ്ഡലമാണ്. ഇപ്പം ഭൂരിപക്ഷം വർദ്ധിക്കും. 2021 LDFന് ലഭിച്ചത് സർവകാല റെക്കോർഡ് വോട്ടാണ്, 82,000. 2026 ആ സർവകാല റെക്കോർഡ് LDF മറികടക്കും. 82,000-നേക്കാൾ അധികം വോട്ട് വാങ്ങി മികച്ച വിജയം നേടും. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇല്ലാത്ത ഒരു വ്യക്തി അധിക്ഷേപമാണ് പല കോണുകളിൽ നിന്നും. അതിപ്പോൾ UDF സ്ഥാനാർത്ഥിയായിരുന്നാലും NDAയുടെ നേതാക്കന്മാരായിരുന്നാലും അതെങ്ങനെ കാണുന്നു? അല്ല, വ്യക്തിഹത്യക്കും വ്യക്തി അധിക്ഷേപത്തിനും അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകത UDF സ്ഥാനാർത്ഥി തന്നെ വ്യക്തി അധിക്ഷേപത്തിനും വ്യക്തിക്കും നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം നേരിട്ടും പിന്നെ മറ്റു പല വളഞ്ഞ വഴികളിലും അതിന് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും അങ്ങനെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. രാജീവ് ചന്ദ്രശേഖറും PC ജോർജും PV അൻവറുമാണ് തുടർച്ചയായി ഈ ഒരു നില വ്യക്തി അധിക്ഷേപവും നടത്തിക്കൊണ്ട് എനിക്ക് നേരെ വന്നിട്ടുള്ളത്. ഈ 3 പേരെയാണ് ഞാൻ പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തി അധിക്ഷേപം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബലത്തെ ബാധിക്കുമോ? ഇല്ല, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആശയപരമായ പോരാട്ടം, ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ അധിക്ഷേപിക്കലോ ഇല്ലായ്മ ചെയ്യലോ അല്ല. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അതിനൊക്കെ എതിരാണ് ജനം. ഈ കോൺഗ്രസിന്റെ സഹ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം 600 രൂപ പോലും കൊടുക്കാൻ പറ്റാത്തവരാണ് ഇപ്പോൾ 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ ഈ 10 കൊല്ലം ഒരു മാസം പോലും കുടിശ്ശിക വരുത്തിയിട്ടില്ല LDF സർക്കാർ. 600 2000 ആക്കി ഉയർത്തി. കോൺഗ്രസ് ഭരണകാലത്ത് വർഷങ്ങളോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ഒക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഇരുണ്ട കാലത്തിലേക്ക് പവർ കട്ട് ലോഡ് ഷെഡിങ്ങും ഇന്ന് ഇല്ല, എന്താന്ന് പോലും ആളുകൾക്ക് അറിയില്ല, പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ല. ആ ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. യുവാക്കളുടെ വലിയൊരു പ്രാതിനിധ്യം നമ്മുടെ റോഡ് ഷോയിൽ ഉൾപ്പെടെ കാണുന്നുണ്ട്. യുവാക്കളുടെ ഒരു തീർച്ചയായിട്ടും വലിയൊരു ട്രെൻഡ് കാണാനുണ്ട് പൊതുവെ. ഈ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞായിരുന്നു? കാരണം ഈ കോൺഗ്രസ് ആ ഫണ്ട് വെട്ടിച്ച് ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ഷന് ഉപയോഗിക്കുന്നതെന്നാണ് ആ കക്ഷിയിലുള്ളവർ തന്നെ പറയുന്നത്. അല്ല, അതൊക്കെ ജനങ്ങൾ പൊതുവെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കി. എന്നാലും തീർച്ചയായും മുഹമ്മദ് റിയാസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. യാതൊരു വിധത്തിലുള്ള വ്യക്തിഹത്യയും തൻ്റെ വിജയത്തിൻ്റെ ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ മാർജിനെയോ ഒരു തരത്തിലും അത് സ്വാധീനിക്കില്ല. ഈ വ്യക്തിഹത്യ നടത്തുന്നതിൽ PV അൻവറുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്, മറ്റുള്ള NDA കക്ഷികളുമുണ്ട്. എന്തായാലും PA മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്.